ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിന്റെ വമ്പൻ പരാജയത്തിന്റെ പിന്നിലെ പ്രധാന കാരണങ്ങളിലൊന്ന് യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാണ് എന്ന വാദം CPM-ന്റെയും CPI-യുടെയും ഒക്കെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ ഉയർന്നു വന്ന ഒന്നാണ്. പ്രധാനമായും SFI-യും DYFI-യും കാണിക്കുന്ന ചില രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ വിരുദ്ധ പ്രവർത്തനങ്ങൾ പാർട്ടിക്ക് വലിയ തിരിച്ചടിയായിട്ടുണ്ട് എന്ന കണക്കൂട്ടലുകളാണ് CPM-CPI സെക്രട്ടേറിയറ്റുകൾ ഉയർത്തിക്കാട്ടുന്നത്. CPI-യുടെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം അടക്കമുള്ള നേതാക്കന്മാർ ഈ വിഷയം രൂക്ഷമായ രീതിയിൽ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. അതിന് മറുപടിയും SFI-യുടെ സംസ്ഥാന പ്രസിഡന്റായ ആർഷോയും നൽകിയിരുന്നു. എന്തായാലും പാർട്ടിക്കുള്ളിൽ ഏകാധിപത്യ രാഷ്ട്രീയം നടക്കുന്നു, പാർട്ടിക്കുള്ളിൽ വിമർശനങ്ങൾ ഉയർന്നില്ല, പാർട്ടിയുടെ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ കടിഞ്ഞാണിട്ട് നിർത്തുന്നില്ല, അങ്ങനെ നിർത്തിയില്ല എങ്കിൽ വലിയ തിരിച്ചടി പാർട്ടിക്ക് വരും കാലങ്ങളിൽ ഉണ്ടാകുമെന്നതടക്കമുള്ള നിരവധി കാര്യങ്ങളായിരുന്നു സെക്രട്ടേറിയറ്റ് യോഗങ്ങളിലൊക്കെ ചർച്ചയായി ഉയർന്നു വന്നത്. ഈ സാഹചര്യത്തിലാണ് ഇടതുപക്ഷ സഹയാത്രികനും എഴുത്തുകാരനുമായ ബെന്യാമിൻ കടുത്ത ഭാഷയിൽ തന്നെ SFI-ക്ക് താക്കീത് നൽകുന്നത്. SFI-യുടെ ക്യാമ്പിൽ വെച്ച വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന വേളയിലായിരുന്നു ബെന്യാമിൻ കടുത്ത ഭാഷയിൽ ഇത്തരത്തിൽ SFI-ക്ക് വലിയൊരു താക്കീത് നൽകുന്നത്. SFI ആത്മാർത്ഥമായ സ്വയം വിമർശനം നടത്തേണ്ട കാലമാണിതെന്ന് എഴുത്തുകാരൻ ബെന്യാമിൻ പറയുന്നു. SFI കണ്ണൂർ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിവാദത്തിൽപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ വേദിയിലിരുത്തിയാണ് ബെന്യാമിൻ SFI-യെ രൂക്ഷമായി വിമർശിച്ചത്. അതായത് SFI-യുടെ സംസ്ഥാന സെക്രട്ടറിയായ ആർഷോ അടക്കമുള്ള SFI നേതാക്കന്മാർക്കെതിരെ മാർക്ക് വിവാദം അടക്കമുള്ള നിരവധി വിവാദങ്ങൾ ഉടലെടുത്തു വന്നിരുന്നതാണ്. എന്നാൽ അവരെയൊക്കെ പാർട്ടിക്കുള്ളിൽ വെച്ച് വിമർശിക്കാതെ തഴച്ചു വളരുവാൻ വിടുന്ന സ്ഥിതിവിശേഷമാണ് നിലവിൽ SFI-യിലും DYFI-യിലും ഒക്കെ ഉള്ളത് എന്ന തരത്തിലേക്കുള്ള വിമർശനമാണ് ബെന്യാമിൻ SFI-യുടെ കണ്ണൂർ ജില്ലാ യോഗത്തിൽ വ്യക്തമാക്കിയത്. മുൻകാലങ്ങളിൽ SFI-കാരൻ ഉണ്ടാകണമെന്ന് കരുതിയ സംശുദ്ധി എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അംഗീകരിക്കണം. വിവാദങ്ങളിൽ ചിലതെങ്കിലും ശരിയെന്ന് സമ്മതിക്കേണ്ടി വരും. വിവാദത്തിൽപ്പെട്ട ആളുകൾ എന്തുകൊണ്ട് നേതൃത്വത്തിലേക്ക് വരുന്നു എന്ന് പരിശോധിക്കണം. അതാണ് ബെന്യാമിൻ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം. പാർട്ടിക്കുള്ളിൽ പല വിഭാഗീയ പ്രവർത്തനം നടത്തുന്ന, പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കുന്ന SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ക്യാമ്പസുകളിൽ കലുഷിതമാർന്ന രീതിയിലേക്കുള്ള സന്ദർഭത്തിലേക്ക് അഴിച്ചുവിടുന്ന സംസ്ഥാന നേതാക്കന്മാർ എന്തുകൊണ്ട് SFI-യിൽ ഉണ്ടാകുന്നു, അവരെ എന്തുകൊണ്ട് പാർട്ടി വിലക്കുന്നില്ല, എന്തുകൊണ്ട് SFI-യിൽ ഉണ്ടാകുന്ന അക്രമ രാഷ്ട്രീയത്തെ CPM-ന്റെ നേതാക്കന്മാർ അല്ലെങ്കിൽ SFI-യുടെ നേതാക്കന്മാർ വിലക്കുന്നില്ല, അത്തരത്തിൽ ആക്രമണങ്ങൾ നടത്തുന്ന SFI നേതാക്കന്മാരെ എന്തുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിയിൽ അടക്കമുള്ള നേതൃനിരയിലേക്ക് കൊണ്ടുവരുന്നു എന്ന ചോദ്യമാണ് ബെന്യാമിൻ SFI-യുടെ കണ്ണൂർ ജില്ലാ യോഗത്തിൽ ഉന്നയിച്ചത്. പ്രവർത്തകരും ഭാരവാഹികളും ചെയ്യുന്ന കാര്യങ്ങൾ ഇഴകീറി പരിശോധിക്കുകയും ഓഡിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന കാലമാണിത്. അതിന് മാധ്യമങ്ങൾ അടക്കമുള്ളവർ കൂട്ടുണ്ട്. എല്ലാ കാലത്തും മാധ്യമ വിചാരണയും വലതുപക്ഷ പ്രചാരണവും നടന്നിട്ടുണ്ട്, അത് ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അത്തരത്തിൽ മാധ്യമ പ്രവർത്തകരൊക്കെ എതിർത്തിട്ടും SFI-യിൽ യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്ന് പറയാതെ പറയുകയാണ് ബെന്യാമിൻ. വേദിയിൽ വെച്ച SFI-യുടെ നേതാക്കന്മാരെ വേദിയിലിരുത്തിക്കൊണ്ട് തുറന്നടിക്കുന്ന ബെന്യാമിൻ പറയുന്ന പ്രധാന ഭാഗങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. SFI-യെ അടക്കമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ എല്ലാം വിമർശിച്ചിരുന്ന വലതുപക്ഷ പാർട്ടികളും മാധ്യമങ്ങളും എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ വിമർശനങ്ങളെ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് മാറ്റേണ്ട തിരുത്തലുകൾ എല്ലാ കാലത്തും SFI-യും CPM-ഉം ഒക്കെ നടത്തിയിരുന്നു. പക്ഷെ ഇപ്പോൾ SFI-യുടെ നേതൃനിരയോ SFI നേതാക്കന്മാരോ പ്രവർത്തകരോ അതിനൊന്നും തയ്യാറാകുന്നില്ല എന്നാണ് ബെന്യാമിൻ പറഞ്ഞു വെക്കുന്നത്. വളരെ സൂക്ഷ്മതയോടും സംശുദ്ധിയോടും രാഷ്ട്രീയ ബോധത്തോടും ജാഗ്രതയോടുകൂടി സമൂഹത്തിൽ ഇടപെടുകയും പോരാടുകയും ചെയ്യേണ്ട കാലമാണിത്. പ്രതിസന്ധികൾ നേരിടുന്നില്ലെന്ന് പുറമേക്ക് പറഞ്ഞാലും എന്നോട് വിയോജിച്ചാലും അങ്ങനെ ചില പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെന്നതാണ് യാഥാർത്ഥ്യം. അതായത് ബെന്യാമിൻ തുറന്നു പറയുകയാണ് പാർട്ടി ഇനി മാറി ചിന്തിക്കണമെന്ന്, SFI-യുടെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ മാറ്റം ഉണ്ടാകണമെന്ന്, വിമർശനങ്ങളെ സ്വീകരിച്ച് അതിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തണമെന്ന്, അതിൽ തന്നോടിനി എത്ര വിമർശനമുണ്ടായാലും തന്നോടിനി എത്ര ദേഷ്യമുണ്ടായാലും അതൊന്നും വകവയ്ക്കാതെയാണ് ബെന്യാമിൻ വേദിയിൽ തുറന്നടിക്കുന്നത്. ഒരു തിരഞ്ഞെടുപ്പിലും ജയിച്ചില്ലെങ്കിലും പഴയകാല SFI പ്രവർത്തകർക്ക് കലാലയം നൽകിയിരുന്ന സ്വീകാര്യത വലുതായിരുന്നു. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം അറിയാവുന്ന എത്ര SFI പ്രവർത്തകർ ക്യാമ്പസുകളിൽ ഉണ്ട് എന്ന ആത്മപരിശോധന നടത്തണം, അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇങ്ങനെ പല കാര്യങ്ങളാണ് SFI-യോട് ബെന്യാമിൻ പറഞ്ഞത്. ഇനി പാർട്ടി ആത്മപരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. ക്യാമ്പസുകളിൽ സീറ്റുകൾ വാരിക്കൂട്ടുന്നതിലല്ല രാഷ്ട്രീയം. ക്യാമ്പസ് രാഷ്ട്രീയം എന്നത് കലാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ ഹൃദയത്തിൽ ഇടം നേടുന്നതാണ്. അത്തരത്തിൽ ഇടം നേടുവാൻ SFI-ക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തണമെന്ന് കൃത്യമായി പറയുന്നു ബെന്യാമിൻ. ഇനിയെങ്കിലും സ്വബോധത്തോടുകൂടി ക്യാമ്പസുകളിൽ പ്രവർത്തിക്കണം. വിദ്യാർത്ഥി രാഷ്ട്രീയം എന്നത് അക്രമ രാഷ്ട്രീയത്തിന്റെ മറ്റൊരു മുഖമല്ല എന്ന ബോധ്യം SFI-ക്ക് ഉണ്ടാകണമെന്ന് തുറന്നടിക്കുന്നു ബെന്യാമിൻ.
അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വിമർശനമുണ്ട്, അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തിരുത്തപ്പെടേണ്ടതാണ് SFI എന്ന വാക്കുകൾ വ്യക്തമായുണ്ട്. ഇനിയെങ്കിലും SFI കലാലയ രാഷ്ട്രീയത്തിൽ, ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ കൃത്യമായ ബോധ്യത്തോടു കൂടി പ്രവർത്തിക്കണം, വിദ്യാർത്ഥികളുടെ ഹൃദയത്തിൽ ഇടം നേടുവാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞു വെക്കുന്നു ബെന്യാമിൻ.